ഇതാണ് ക്രിസ്മസ് ട്രീ. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതെങ്ങനെ വരും എന്ന് അറിയില്ല, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. മീൻസ് കടയിലൊക്കെ കണ്ടിട്ട്, പക്ഷേ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. സോ നമുക്ക് നോക്കാം ഇത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് വരാമെന്ന്. ഏകദേശം ട്രീ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അത് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആക്കി വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അച്ചു അപ്പോഴേക്കും അവിടെ രണ്ടാളും കൂടെ പിണങ്ങി കരഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഒരുവിധം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാനുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി ക്രിസ്മസ് ട്രീ. നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ഈ പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ പെട്ടിയിലാണ് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം അല്ലേ? അത് കഴിഞ്ഞിട്ട് പുൽക്കൂട് ഉണ്ടാക്കാം. 4 സ്റ്റാർസ് പൊട്ടിക്കുന്ന ബെല്ലുണ്ട്. ആ ബെല്ല് നമുക്ക് ക്രിസ്മസ് ട്രീയിലും തൂക്കണം, പുൽക്കൂടിലും വെക്കണം. കമ്പിയിൽ ഇങ്ങനെ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ശരി, അപ്പോൾ ഫുൾ ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് കാണാം.
അലുമിനിയം ഫോയിൽ നേരത്തെ വാങ്ങി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതിന് ഞാനിങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചേക്കാം. അപ്പോൾ ഇതിന് മേലെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വൃത്തിയായിട്ട് കാണുകയും ചെയ്യും, ലൈറ്റ് ഇടുമ്പോൾ നല്ല റിഫ്ലക്ഷനും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതിങ്ങനെ താഴെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിനി പുൽക്കൂട്ടിൽ പക്കല വെക്കാൻ പോവാണ്. ഇതിനെങ്ങനെ വെക്കണം എന്നൊരു ഐഡിയ ഇല്ല, വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ എങ്ങനെയൊക്കെയോ ദേ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്ലിയർ ഇല്ല അവിടെ നടക്കുമ്പോൾ. ഇവിടെ വന്ന് നിൽക്കച്ചു. ആദ്യമായി പുൽക്കൂട്ടി ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെയൊന്നും അറിയില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അറിയണ പോലെ ഉണ്ടാക്കാം. ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫുൾ വാട്ടർ കളർ ആദ്യമേ ഞാൻ അടിച്ച് വെച്ചിട്ട് ഇതിൽ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോഴേ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് അപ്പോഴേ ചെയ്ത പോലെ പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ ഓൾറെഡി കളർ ചെയ്തതിൽ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഞാൻ കറക്റ്റ് ആക്കി ഒട്ടിച്ചിട്ട് ക്ലിപ്പിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഭാഗത്തും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ ഭാഗത്തും കൂടെ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വീലി പോലെ നമുക്ക് ആക്കിയെടുക്കണം. അപ്പോൾ ആക്കിയിട്ട് കാണാം. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ അത് എങ്ങനെ ഒട്ടിച്ചതെന്ന് പോലെ ഇത് കാണിച്ചു തരാം. ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇത് വരാം. അപ്പോൾ ഇത് ഇത്രയ്ക്ക് കട്ട് ചെയ്യേണ്ടി വരും. ഇത് രണ്ട് സൈഡും കട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ സൈഡ് കുറച്ചിങ്ങനെ കട്ട് ചെയ്യാം. ഈ സൈഡ് വളരെ കുറച്ച് മാത്രം കട്ട് ചെയ്താൽ മതി. നമുക്ക് കറക്റ്റായി നോക്കാൻ പറ്റും. കറക്റ്റായിട്ട് ഏകദേശം കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇവിടെ സെറ്റ് ചെയ്ത് ഇതുപോലെ വെക്കാം. ആദ്യം ഇവിടെ ഗമ്മിങ്ങനെ തേച്ച് കൊടുക്കാം. ഗമ്മ് തേച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. വെക്കോല് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെക്കോലിൻ്റെ മേലെ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഇത് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്ലിപ്പ് എടുത്തിട്ട് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അവിടെ സെറ്റായിരുന്നോളും. ഇനി ഇവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വേലി പോലെ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ടാണ് ഞാൻ ഇത്രയും ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മളപ്പോഴേ ഉണ്ടാക്കിയെടുത്ത ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇതിന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തന്നെ വേലി സെറ്റാക്കി എടുക്കാം.
നമ്മളിപ്പോൾ ഫൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേലി പേപ്പർ വെച്ച് എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ആദ്യം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു പീസ് കൂടെ വെക്കണം, 2 പീസ് വെക്കണം. സെറ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോ സെറ്റ് ആയിട്ടില്ല, ഇനി സെറ്റ് ആവണത് വരെ ഈ ഒരു സെറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതുപോലെ വേറെ ഇനി 1 2 3 സെറ്റ് ഉണ്ടാക്കണം അങ്ങനത്തെ. ഹായ് ക്രിസ്മസ് പറ, ഹാപ്പി ക്രിസ്മസ്.